ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നടുത്ത 3 ട്രേഡുകൾ കാണാം. ഒരു ടാർഗറ്റും 2 സ്റ്റോപ്പ് ലോസുമാണ്. 600 രൂപേൻ്റെ അടുത്താണ് SL. ടാർഗറ്റ് 3000 രൂപയാണ്. 1:5 ആണ് റിസ്ക് റിവാർഡ്. ഓക്കെ, ബാക്കി കാര്യങ്ങളല്ല. നമുക്ക് ആദ്യം ടൈം ഒന്ന് നോക്കി നോക്കാം. എൻ്റെ അടുത്ത ഓർഡറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എടുത്ത ട്രേഡ് ടാർഗറ്റ് ആയിരുന്നു 10:11 10:28 ടാർഗറ്റ് അടിച്ചു. അടുത്തത് 11:16 11:17, 1 മിനിറ്റ് കൊണ്ട് തന്നെ SL അടിച്ച്. അടുത്തത് 13:10 1:10 1:29 ആയപ്പോൾ SL അടിച്ച്. ഒരു ടാർഗറ്റും 2 സ്റ്റോപ്പ് ലോസാണ്. നമുക്ക് ബാക്കി ചാർട്ടിൽ പോയി നോക്കാം. ഈ 3 ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്താണ് ഞാൻ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് എൻട്രി എടുത്തത്. ഇതൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയസാണ് ഈ 3 ലൈന് മാർക്ക് ചെയ്തത്. അത് 3 ടാപ്പ് ചെയ്ത സമയത്ത് ഇത് ടാപ്പ് ചെയ്യുമ്പോൾ മേലോട്ടേക്ക് എടുത്തു, ഇത് ടാപ്പ് ചെയ്ത സമയത്ത് താഴോട്ടേക്ക് എടുത്തു, ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് ഇവിടെ നിന്ന് വീണ്ടും മേലോട്ടേക്ക് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് 1 മിനിറ്റിൽ പോയിട്ട് കാണിച്ചു തരാം. 1 മിനിറ്റിലെ എല്ലാ ഏരോ മാർക്ക് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ടൈമും കാര്യങ്ങളൊക്കെ ഓൾറെഡി കാണിച്ചു തന്നു ഓർഡറിൽ. അപ്പോൾ ഫസ്റ്റ് എൻട്രി വന്നത് ഈ ഒരു ലിക്വിഡിറ്റി ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളൂ. ഈ ക്യാൻഡിൽ നോക്കിയാൽ കാണാം, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് അതിനുശേഷം എൻട്രി വന്നത് ഈ ഒരു ക്യാൻഡിലാണ്. 10:11 എൻട്രി എടുത്ത് 10:28 ആയപ്പോൾ 100 പോയിൻ്റ് ടാർഗറ്റ് അടിച്ചു. പിന്നെ അടുത്തൊരു ട്രേഡ് എടുത്തത് ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത്, ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് മേലോട്ട് പോയ സമയത്ത് ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്തു. തൊട്ടടുത്ത ക്യാൻഡിൽ 11:16 എൻട്രി എടുത്തു. 11:17 SL അടിച്ചു. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് തന്നെ SL അടിച്ചു. പിന്നെ അടുത്ത എൻട്രി എടുത്തത് ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്താണ്. താഴോട്ട് വന്ന് മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് ഈ ഒരു ക്യാൻഡിൽ ഒരു 13:10 എൻട്രി എടുത്തു. അത് ഒരു 13:29 SL അടിച്ചു. നല്ല രീതിയിൽ താഴോട്ടേക്ക് വന്നിരുന്നു. അതിൽ SL അടിച്ചു. അതിനുശേഷം കുറച്ച് മേലോട്ട് പോയി, പിന്നെ കുറച്ച് കൺസോൾട്ടേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മളെ എൻട്രി സെറ്റ് പ്രകാരമുള്ള പ്രോപ്പർ എൻട്രീസ് മാത്രം എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 3 ട്രേഡ്, 1 ടാർഗറ്റും 2 SLഉം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇപ്പോൾ ലെവൽ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെവൽ 2 ഓവറോൾ ചെറിയ ലോസിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ PNL കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രോഫിറ്റ് അതിൽ ആഡ് ആയിട്ടുണ്ടാവില്ല, ഇന്നലെ വരെയുള്ളതേ കാണാവുള്ളൂ. അപ്പോൾ ഇന്ന് വരെയുള്ള ലെവൽ 2 20 ഡേയ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള PNLും കാര്യങ്ങളൊക്കെ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ജേണലും PNLും രണ്ടും കൂടെ കാണിച്ചിട്ട് നാളത്തെ ലൈവ് ട്രേഡിൻ്റെ വീഡിയോൻ്റെ കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നാളെ ലെവൽ 3 സ്റ്റാർട്ട് ചെയ്യാണ്. ലെവൽ 2 ഇന്ന് കംപ്ലീറ്റ് ആയി. അപ്പോൾ ലെവൽ 3ൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഞാൻ വരുത്തിയിട്ടില്ല. ചെറിയ ലെവൽ 2ൽ ഇതുവരെ ചെയ്തതിൽ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമില്ല, കാരണം ഓവറോൾ ചെറിയൊരു ലോസിലായതുകൊണ്ട് ലെവൽ 3ൽ ക്വാണ്ടിറ്റി 2 ലോട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ വേറെ എന്താ വ്യത്യാസം, വേറെ സ്ട്രാറ്റജിയിലൊന്നും വ്യത്യാസങ്ങളൊന്നും വരുത്തിയില്ല. 20 പോയിൻറ്റിനാണ് SL, ടാർഗറ്റ് 100 പോയിൻറ്റ്. പിന്നെ റൂളിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നാളത്തെ PNL വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമുള്ളൂ, വേറെ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നാളെ മുതൽ ലെവൽ 3 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.